ലോൺ എമൗണ്ട് 19,000 രൂപയും ടോട്ടൽ റീപേയ്മെന്റ് എമൗണ്ട് എന്ന് പറയുന്നത് 22,176 രൂപയും നെറ്റ് ഡിസ്പേഴ്സൽ ലോൺ എമൗണ്ട് 18,242 രൂപയും തരുന്ന ഒരു സൂപ്പർ ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഈ ഒരു ലോൺ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം. നമ്മളൊക്കെ ഫോൺ എടുക്കാനോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഷോപ്പുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിന്നും അവർ ചെയ്തു തരുന്നതും ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് തന്നെയാണ്. അപ്പോൾ അത്രയും സിമ്പിളായിട്ട് വളരെ കൂളായിട്ട് എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഓൾറൈറ്റ്, നമുക്ക് കൂടുതൽ വിവരങ്ങളിലേക്ക് പോകാം. ആദ്യം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അത് ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് അത് ഓപ്പൺ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇതുപോലെ ആദ്യമായി കുറച്ച് പെർമിഷൻസ് അവർക്ക് കൊടുക്കേണ്ടതാണ്. ക്യാമറ ആൻഡ് സ്റ്റോറേജ്, ലൊക്കേഷൻ ഇൻഫോ, SMS ഡാറ്റ, ഡിവൈസ് എന്നിങ്ങനെ പല പെർമിഷൻസും അവർ ചോദിക്കുന്നതാണ്. അതൊക്കെ ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക. ഇനി നെക്സ്റ്റ് ടാബിലേക്ക് പോകുമ്പോൾ അവർ ചൂസ് ലാംഗ്വേജ് എന്ന ഓപ്ഷനിൽ ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി, മറാത്തി, കന്നഡ, ബംഗാളി ഉൾപ്പെടെ ഒരുപാട് ലാംഗ്വേജസ് നിങ്ങൾക്ക് അവിടെ ചൂസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ കാണിക്കും. അതിൽ നിങ്ങൾക്ക് ഏത് ഭാഷയാണോ കൂടുതൽ കൈകാര്യം ചെയ്യാൻ എളുപ്പം ആ ഭാഷ കൊടുക്കുക. നെക്സ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് ലോഗിൻ ആണ്. നിങ്ങൾ ഇവിടെ ഓൾറെഡി ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറും അതുപോലെ നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള MPIN അവിടെ കൊടുത്ത് ലോഗിൻ ചെയ്യുക. ഇനി അതല്ല നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ രജിസ്റ്റേർഡ് നൗ എന്നത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ടാബിലേക്കായിരിക്കും പോവുക. അതിനു മുന്നേ നിങ്ങൾ ഇവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ വായിച്ചു നോക്കി ഇവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് പോവുക. ഇനി നിങ്ങൾ ഇവിടെ കാണുന്ന റീറ്റെയിൽ എന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ ന്യൂ രജിസ്ട്രേഷൻ എന്നതിൽ ഫുൾ നെയിം, ലാസ്റ്റ് നെയിം, അതുപോലെ മൊബൈൽ നമ്പർ, ഇമെയിൽ എന്നിവ കൊടുക്കാൻ വേണ്ടി കാണിക്കും. നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസും അതുപോലെ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഒരു വൺ ടൈം വെരിഫിക്കേഷൻ പ്രൊസീജിയർ ആണ് നടക്കുന്നത്. കൺഫേം OTP എന്നിടത്ത് നിങ്ങളുടെ SMS-ലേക്ക് വന്ന OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളൊരു MPIN ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആദ്യം നിങ്ങളൊരു MPIN ക്രിയേറ്റ് ചെയ്യുക. അതൊരു 4 അക്ക നമ്പർ. ആ ഒരു 4 അക്ക MPIN ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾ ഒന്നുകൂടി കൺഫേം ചെയ്യാൻ വേണ്ടി ഒരു വട്ടം കൂടി ആ ഒരു MPIN എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ MPIN സക്സസ്ഫുൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ഇവിടെ MPIN ഹാസ് ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്നുള്ള ഒരു ടാബ് ഓപ്പൺ ആയിട്ട് വരും. അത് നിങ്ങൾ ഓക്കെ ചെയ്ത് കൊടുക്കുക. രജിസ്ട്രേഷൻ പ്രോസസ്സിംഗ് എല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം ഇതുപോലെ ആയിരിക്കും നിങ്ങളുടെ ആപ്ലിക്കേഷന്റെ ഇന്റർഫേസ് കാണാൻ സാധിക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാം 2 വീലർ ലോൺസ്, യൂസ്ഡ് കാർ ലോൺസ്, അതുപോലെ ഒരുപാട് ഓപ്ഷൻസ് ഇവരുടെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ മുകളിലായിട്ട് കാണുന്ന ഇൻസ്റ്റാൾ ഓൺ എന്ന ഓപ്ഷൻസിന് തൊട്ട് വലതുവശത്തുള്ള അപ്ലൈ നോ എന്ന ഗ്രീൻ ബോക്സ് ആണ്. അത് ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവരുടെ കുറച്ച് സ്പെസിഫിക്കേഷൻസ് ഇവിടെ കാണിക്കുന്നതാണ്. അതായത് 100% പേപ്പർലെസ് പ്രോസസ്സിംഗ് ആണ്, അതുപോലെ 0 ഡോക്യുമെന്റേഷൻ ആണ്, ഇൻസ്റ്റന്റ് ലോൺ 24/7. അതായത് ഇവർ 24/7 ഇൻസ്റ്റന്റ് ലോൺ എന്ന് പറയുന്നുണ്ടെങ്കിലും 1 to 3 hourനുള്ളിലാണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഈ എമൗണ്ട് ഡിസ്പേഴ്സൽ ആവുന്നത്. അതുപോലെ ക്വിക്ക് ആൻഡ് ഈസിലി ആപ്ലിക്കേഷൻ. ഈ ഒരു ആപ്ലിക്കേഷനും ഉപയോഗിക്കാൻ വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ്. അതൊക്കെ അപ്രൂവ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ മുകളിലായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വെരിഫൈഡ് മൊബൈൽ നമ്പർ കാണാൻ സാധിക്കും. അത് നിങ്ങളുടെ മൊബൈൽ നമ്പർ തന്നെയാണെന്ന് കൺഫേം ചെയ്തതിന് ശേഷം താഴെ കൊടുക്കുന്ന പാൻ കാർഡ് എന്നുള്ള ടാബിലേക്ക് നിങ്ങളുടെ പാൻ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്ത് വെരിഫൈ പ്രസ് ചെയ്യുക. ശേഷം അടുത്തതായി അവർ ചോദിക്കുന്നത് മാരീഡ് ആണോ അൺമാരീഡ് ആണോ എന്നുള്ളതാണ്. നിങ്ങൾ മാരീഡ് ആണെങ്കിൽ മാരീഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ അൺമാരീഡ് കൊടുക്കുക. അതിനുശേഷം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണെന്നത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം ഇവർ നിങ്ങളുടെ കുറച്ചുകൂടി ഡീറ്റെയിൽസ് ചോദിക്കുന്നതാണ്. അതായത് കറന്റ് അഡ്രസ്, പിൻകോഡ്, നിങ്ങൾ എംപ്ലോയ്മെന്റ് ടൈപ്പ് എങ്ങനെയാണ്, നിങ്ങളുടെ സാലറിഡ് ആണോ അതോ സെൽഫ് എംപ്ലോയിഡ് ആണോ, അതുപോലെ നിങ്ങളുടെ നെറ്റ് മന്ത്ലി ഇൻകം, നിങ്ങളുടെ ഇപ്പോഴത്തെ മന്ത്ലി ഇൻകം എത്രയാണെന്നത് ചോദിക്കും. അത് 20,000-ന് മുകളിൽ കൊടുക്കാൻ ശ്രമിക്കുക. കാരണം പ്രത്യേകം ശ്രദ്ധിക്കുക, 20,000-ന് മുകളിൽ സാലറി ഉള്ളവർക്ക് മാത്രമാണ് ഇപ്പോൾ നിലവിൽ ഇവർ ലോൺ കൊടുക്കുന്നത്. അതിനുശേഷം ഇവർ ചോദിക്കുന്നത് സാലറി ക്രെഡിറ്റഡ് ത്രൂ, അതായത് നിങ്ങളുടെ സാലറി ഏതിലേക്കാണ് നിങ്ങൾക്ക് വരുന്നത്, ക്യാഷ് ആയിട്ടാണോ വരുന്നത് അതോ ചെക്ക് ആയിട്ടാണോ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആയിട്ടാണോ. അവിടെ നിങ്ങൾ ബാങ്ക് ട്രാൻസ്ഫർ എന്ന് തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ബാങ്ക് ട്രാൻസ്ഫറിന്റെ ഓപ്ഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ലോൺ കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുപോലെ കുറച്ച് നേരത്തെ ചോദിച്ച മാരീഡ് ആണോ അൺമാരീഡ് ആണോ എന്നിടത്ത് നിങ്ങൾ മാരീഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ലോൺ കിട്ടാനുള്ള ചാൻസസ് കുറച്ചുകൂടി എളുപ്പമാകും. ശേഷം ഇവിടെ നിങ്ങൾക്ക് എത്ര രൂപയാണ് അപ്രൂവൽ ആയിട്ടുള്ളത്, അതുപോലെ നിങ്ങൾക്ക് അപ്രൂവൽ ആയിട്ടുള്ള ലോൺ എത്ര മാസത്തേക്ക് ടെന്യൂർ ചെയ്യാൻ പറ്റും, എത്ര ശതമാനമാണ് അതിന്റെ പലിശ നിരക്ക് വരുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് അടക്കം നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം 25,000 രൂപയാണ് ലോൺ എമൗണ്ട് കാണിക്കുന്നത്. അവിടെ പർപ്പസ് ഓഫ് ലോൺ കൂടി സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാം 12 മാസം, 9 മാസം, അതുപോലെ മാസം EMI ആയിട്ട് നിങ്ങൾ എത്രയാണ് അടക്കേണ്ടതെന്ന് വെച്ചാൽ 12 മാസത്തെ ടെന്യൂറാണ് എടുത്തതെങ്കിൽ മാസം 2,448 രൂപയും 9 മാസത്തെ ടെന്യൂറാണ് എടുത്തതെങ്കിൽ 3,141 രൂപയും വെച്ച് നിങ്ങൾക്ക് അടച്ചു തീർക്കാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ടോട്ടൽ 12 മാസത്തേക്ക് ഞാൻ 25,000 രൂപ ലോൺ എടുത്തതിനാൽ 29,000 സംതിങ് രൂപ ഞാൻ തിരിച്ചടക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ 9 മാസത്തേക്ക് ഞാൻ 25,000 രൂപ ലോൺ എടുത്തതിനാൽ അതിൽ 28,000 ചില്ലറ രൂപ ഞാൻ തിരിച്ചടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവരുടെ ഇൻട്രസ്റ്റ് റേറ്റിനെ കുറിച്ച് ഏകദേശം മനസ്സിലായി കാണുമല്ലോ. നല്ല കത്തി ഇൻട്രസ്റ്റ് ആണ്, അതുപോലെ തന്നെ പെട്ടെന്ന് അപ്രൂവൽ ചെയ്തു തരുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ്.
അതുകൊണ്ട് നോക്കിയും കണ്ടും മാത്രം നിങ്ങൾ ഇതിൽ നിന്ന് ലോൺ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ലോൺ അപ്രൂവൽ ആയി കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഡിസ്ബേഴ്സൽ ആവുന്ന എമൗണ്ടിൽ നിന്നും ഇവർ പ്രോസസ്സിംഗ് ഫീ ഒഴികെയുള്ള എമൗണ്ട് മാത്രമായിരിക്കും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരിക. ആ ഒരു എമൗണ്ടും കഴിച്ച് ഇത്രയും ഇൻട്രസ്റ്റും അടക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് ലോൺ എടുത്താൽ മതി. ഓൾറൈറ്റ്, നമ്മൾ ഇതിനൊക്കെ ശേഷം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ വെരിഫൈ KYC എന്നൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ ഡിജി ലോക്കർ ത്രൂ നമുക്ക് നമ്മുടെ ആധാർ കാർഡിന്റെ ഈ മാൻഡേറ്റ് പൂർത്തിയാക്കാവുന്നതാണ്. അതൊരു സിമ്പിൾ പ്രോസസ്സിംഗ് ആണ്. അതിവിടെ കാണിക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. കാരണം അവിടെ ക്ലിക്ക് ചെയ്തതിനാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ആധാർ കാർഡിന്റെയും അതുപോലെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ അതുപോലെ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ഒരു പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആക്കാവുന്നതാണ്. ഇവിടെ ആധാർ കാർഡ് ടൈപ്പ് ചെയ്യുമ്പോൾ അവിടെ ക്യാപ്ച അടക്കം നിങ്ങൾ ടൈപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത്രയേ ഉള്ളൂ. അതിനുശേഷം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് 1 to 3 hours നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ കയറിയിരിക്കും. ഈ ഒരു ലോൺ കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ TVS ക്രെഡിറ്റ് സാത്തി എന്ന ആപ്ലിക്കേഷൻ മുഖേനയാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഷോപ്പുകാരൊക്കെ ഉപയോഗിക്കുന്ന, മൊബൈൽ ഷോപ്പുകാർ അതുപോലെ EMI ആയിട്ട് ചെയ്തു കൊടുക്കുന്ന ഷോപ്പുകാരൊക്കെ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണിത്. ഈ ഒരു ആപ്ലിക്കേഷന് പ്ലേ സ്റ്റോറിൽ 4.3 റേറ്റിംഗ് ഉണ്ട്. അതുപോലെ 47 MB ആണ് ഈ ഒരു ആപ്ലിക്കേഷന്റെ സൈസ്, ഡൗൺലോഡിംഗ് സൈസ് എന്ന് പറയുന്നത്. അതുപോലെ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വായിച്ചു നോക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്, ഫോളോ ഫോർ മീ.